ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തണ്ണീർപ്പന്തലിൽ ആടുപോട്ടിയുടെ വിശേഷങ്ങളുമായാണ് വന്നിരിക്കുന്നത്. ആടുപോട്ടി അത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. അവനെ അങ്ങ് കുരുമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് വിറകടുപ്പിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താലുണ്ടല്ലോ, എന്റെ മോനെ സംഗതി വേറെ ലെവലാ. വാ കാണാം. വിശേട്ടാ, അപ്പൊ എന്തൊക്കെയാണ് ആടുപോട്ടിക്കുള്ള ചേരുവകളും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ? അതെ, ആടുപോട്ടി നല്ല ഉപ്പും മഞ്ഞളും ഒക്കെ നമ്മൾ പറ്റിച്ച് വെച്ചിരിക്കുക. ആടുപോട്ടി അതിൽ ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, സബോള, തേങ്ങാക്കൊത്താണ് ഇതിൻ്റെ അകത്ത് ഒരു വെറൈറ്റിയാണ് കേട്ടോ. തേങ്ങാക്കൊത്ത്, പിന്നെ അതിന് ചേരുന്ന പൊടി ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. മുളക് പൊടി, മീറ്റ് മസാല, മഞ്ഞൾ, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല. ഓക്കേ, ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ കാണണ്ടേ? കം ഓൺ ഫ്രണ്ട്സ്, അങ്ങനെ ഇതാ നമ്മുടെ ആടുപൊടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ്. തുടങ്ങല്ലേ? പിന്നെ തുടങ്ങിയ കണ്ടി നമുക്ക് ആദ്യം സബോളയൊക്കെ അങ്ങോട്ട് വഴറ്റാനായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്താകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ആവശ്യമുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് അങ്ങനെ നമ്മുടെ എണ്ണ മൂത്തിരിക്കുകയാണ്. കടുക് ഇടുക. കടുക് നല്ല പാടുപടാന്ന് പൊട്ടി ഇനി ആ കടുകിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇടുക. തേങ്ങാക്കൊത്ത് അതിൽ വെച്ച് നല്ല ചുമന്ന ഭാഗമാകുമ്പോഴത്തേനും നമുക്ക് സബോള ഇടണം. പിന്നെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇട്ട് അപ്പോൾ നമ്മുടെ തേങ്ങ ഇത് കണ്ടോ നല്ല മൂത്ത് നല്ല ചുമന്നാക്കിയിരിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇങ്ങോട്ട് ഇടുക. ഞാൻ സബോള, ഇന്നത്തെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് ഇട്ട് ഇനി ഇത് നല്ലോണം വഴന്ന് ചുമന്ന് കഴിച്ചിട്ട് നമുക്ക് ആടുപോട്ടിയിലേക്ക് ഇടണം. സവാളയൊക്കെ വഴന്നിട്ടുണ്ടല്ലേ ചേട്ടാ? സവാളയൊക്കെ നല്ല ശരിക്ക് വഴന്ന് നമുക്ക് പൊടി അങ്ങോട്ട് ചേർക്കാം. നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ പൊടി, ആ പൊടി ഓരോന്നായിട്ട് നമുക്ക് അത് ചേർക്കാം. മുളക് പൊടി ഇട്ടു. എന്നിട്ട് മീറ്റ് മസാല നമ്മൾ ഇടുക. മീറ്റ് മസാല ഇട്ടു. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടി ഇച്ചിരി കൂടിയാൽ നല്ല പൊടിയാകുമ്പോൾ നല്ല. പിന്നെ നമുക്ക് ഗരം മസാലയാണ്. ഗരം മസാല ഒരാവശ്യം നമുക്ക് ചേർത്താൽ മതി. അത് ചേർത്തു. അതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ശാലോടെ ഇടാം. അതെ. ഇനി ഒരു ലേശം മഞ്ഞപ്പൊടിയും കൂടി അങ്ങ് ചേർക്കാം. അപ്പോൾ നമുക്കിത് നല്ലോണം ഇളക്കി എടുത്തിട്ട് പൊടി ഐറ്റംസ് എല്ലാം നല്ല സബോളയിലോട്ട് പിടിച്ചു. നമുക്ക് ആ പോട്ടി അങ്ങോട്ട് ശരിക്ക് ആ പോട്ടിയെ രീതി അടുത്ത് പിടിക്കത്തക്ക വെട്ടി ശരിക്ക് ഇളക്കി നമുക്ക് ശകല നേരത്തിന് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് പോട്ടി കൂടെ അങ്ങോട്ട് ഇടുക. പോട്ടി നമ്മൾ ചെറുതായിട്ട് ഞുറുക്കി അരിഞ്ഞ് വെച്ചിരിക്കുവായിരുന്നു, അതങ്ങ് ഇടുക. അപ്പോൾ നമ്മൾ പോട്ടി ഇട്ട് നല്ല ഈ പോട്ടി അപ്പോൾ നമ്മുടെ ആടിൻ്റെ പോട്ടി നമ്മൾ അതിനകത്തോട്ട് ഇട്ട് ഇപ്പോൾ അരപ്പ് പോട്ടിയെ പിടിക്കത്തക്ക് നമ്മൾ ശരിക്ക് നല്ലോണം നിന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെക്കാം. ചേട്ടാ, എങ്ങനെയാ നമ്മുടെ പോട്ടി റെഡി ആയില്ലേ? ആടുപോട്ടി ഇതേ നല്ല ഒലന്ന് ഇത് കണ്ടോ, അല്ലേ റെഡി ആയിട്ട് കിടക്കുക. അപ്പൊ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കും. അതെ, ചേട്ടനോട് ചോദിക്കാം. ആയിക്കോട്ടെ. ചേട്ടാ, ഒന്ന് നോക്ക്, എങ്ങനെയുണ്ട് നമ്മുടെ ആടുപോട്ടി? സൂപ്പർ ഫ്രണ്ട്സ്, അടിപൊളിയാണെന്നാ ചേട്ടൻ പറഞ്ഞേ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരുപാട് ഇഷ്ടം, ഒത്തിരി സ്നേഹം. അപ്പം ഇനി നമുക്ക് തണ്ണീർപ്പന്തലിൽ വെച്ച് കാണാം. ബൈ.